പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ വക്കീൽ നോട്ടീസ് അയച്ചതിനെ തുടർന്ന് ദേവപാല ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതോടെ എന്നെ ഒഴിവാക്കി മറ്റൊരു ജീവിതം നീ സ്വപ്നം കാണേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അവൾ. മാത്രവുമല്ല, ഇനി നിനക്കുള്ള തിരിച്ചടി ലഭിക്കും. ഇത് ദേവബാലയാണ് പറയുന്നത്. നീ എന്നെ ചതിച്ചുകൊണ്ട് മറ്റൊരു പെണ്ണിന്റെ കൂടെ ജീവിക്കാമെന്ന് കരുതുന്നുണ്ട് എങ്കിൽ അതൊരിക്കലും നടക്കില്ലടാ. ഞാൻ അതിന് സമ്മതിക്കില്ല. എൻ്റെ ജീവൻ പോയാലും ഞാൻ അതിന് സമ്മതിക്കില്ല. അത് ഉറപ്പ് തന്നെയാണ്. ഇത് കേട്ട് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്ന അഭിഷേക് പക്ഷേ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ഞാൻ മുന്നിലേക്ക് തന്നെ പോകും. അത് എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ എനിക്ക് വേണ്ട. ഞാനത് മുന്നേ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നീയാണ് എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ട. നീ എൻ്റെ ജീവിതത്തിൽ ഇനിയില്ല ദേവബാല. അത് ഉറപ്പ് തന്നെയാണ്. ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞ കാര്യം. ഇതോടെ അഭിഷേകിനെ കൊല്ലുന്നതിനായി തയ്യാറാവുകയാണ് ദേവബാല. ഈ കാര്യം അറിയാൻ ഇതേ തുടർന്ന് ഇടയാകുന്ന ദേവരാജൻ മുന്നിലേക്ക് കടന്നു വരികയും ദേവബാലയെ പിന്തിരിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. എടുത്തു ചാടി അവിവേകമൊന്നും നീ കാണിക്കരുത്. അച്ഛനുണ്ട് കൂടെ. പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാം. നീ ധൈര്യമായിരിക്കെ, പേടിക്കാതെ. കൂടെ ഞങ്ങളൊക്കെ ഇല്ലേ. ഇതേ തുടർന്ന് അഭിഷേകിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ അയാൾ തയ്യാറാവുകയാണ്. പക്ഷേ അഭിഷേക് ആകട്ടെ, ഞാനെടുത്ത തീരുമാനത്തിൽ നിന്ന് ഒരടി പിന്നോട്ട് ഞാൻ പോവുകയില്ല. അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ്. നിങ്ങളുടെ മകളെ എനിക്ക് വേണ്ട. അതിൽ നിന്ന് ഇനി ഒരു സംസാരമില്ല. മാത്രവുമല്ല, ഇതേ തുടർന്ന് ഇഷയെ ചെന്ന് കാണുന്ന അഭിഷേക് നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് അറിയിക്കുകയും അതുകൊണ്ട് തന്നെ എന്തിനും തയ്യാറായിരിക്കാൻ പറയുകയും ചെയ്യുന്നു. ഈ കാര്യം ഇതേ തുടർന്നാണ് രാഹുൽ അറിയാൻ ഇടയാകുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.